ഇവിടെ ചെന്നൈയിൽ CBSE സ്കൂൾസിലെല്ലാം ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഏപ്രിൽ ലാസ്റ്റ് വരെയൊക്കെ ഉണ്ടാവും ക്ലാസ്. അപ്പോൾ നമ്മൾ വീക്കെൻഡ്സ് നോക്കിയിരിക്കുമ്പോൾ ഇപ്രാവശ്യം 3 ദിവസം അടുപ്പിച്ച് നമുക്ക് വീക്കെൻഡ് ഹോളിഡേയ്സ് കിട്ടിയല്ലോ. അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പോൾ നമ്മൾ ഫ്രൈഡേ ഈവനിങ് ഒന്ന് ചുമ്മാ ഊര് ചുറ്റാൻ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേരും മാത്രം. മറ്റേ 3 Men Army എന്ന് പറയുന്ന പോലെ 3 Women Army. കാര്യം വീടിൻ്റെ തൊട്ടടുത്താണെങ്കിലും നമ്മൾ ഇവിടേക്ക് വരണത് കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ സമ്മറായപ്പോൾ എന്തോ നല്ലൊരു ഫീല് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ കുറച്ച് വ്യാമോഹങ്ങളും കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ ഊഞ്ഞാൽ വന്നിട്ടുണ്ട്, ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കണ പ്ലേ ഏരിയ ഉണ്ടെന്ന്. പക്ഷേ ഈ ഒരു സീസോയും ഒരു മങ്കി ബാറും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ഭംഗി കാണ്, സൺസെറ്റിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ശരിക്കും കൊതുകൊക്കെ വന്നു തുടങ്ങി. ഇരുട്ട് വന്നു. ശരിക്കും ആസ്വദിക്കാനൊന്നും ഇരുന്ന് സംസാരിക്കാനൊന്നും പറ്റുന്ന ഒരവസ്ഥയല്ല കൊതുകൊക്കെ വന്നതുകൊണ്ട്. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നേരെ വേളച്ചേരിക്ക് പോകാനായിരുന്നു. ഇത് മെയിൻ റോഡിൽ നിന്ന് കുറച്ചും കൂടി അടുത്തായതുകൊണ്ട് ഇവിടുന്ന് ഓട്ടോ ബുക്ക് ചെയ്താൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം കിട്ടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് കിട്ടി. ഓട്ടോയെ പിടിച്ചിട്ടാണ് നമ്മൾ വേളച്ചേരി പോയത്. അവിടെ വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് 2 പേര് അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെങ്കടേശ്വര ഒരു ബോളി സ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്, അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം എത്തി, അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിൽ ചുമ്മാ ഇങ്ങനെ നടക്കുക. അപ്പം കിൻഡർ ജോയ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും കൂടിയിട്ട് ബഹളം ഉണ്ടാക്കി പിണങ്ങിയിട്ടാണ് ഈ നിൽക്കണേ. അപ്പോൾ ഞാനെന്താ അതും ഒരു കണ്ടന്റ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് അവർ വന്നു. വെങ്കടേശ്വരയിൽ വന്ന് നമ്മൾ ചാട്ട് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. ഇവർക്ക് പാവ് ബജിയും പിന്നെ ചന മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ച് നമ്മളവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഗ്രാൻഡ് മോളിലേക്ക് വിട്ടു. അവർ വീട്ടിൽ പോയി ഫ്രണ്ട്സ്. ഞങ്ങൾ ഗ്രാൻഡ് മോളിൽ പോകാമെന്ന് വിചാരിച്ചേ. ഉള്ളിൽ കയറി അവിടെ വരെ വന്നിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കണ സമയത്ത് ഹസ്ബൻഡ് വിളിച്ചു, ആളിവിടെ എത്താറായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അതായിരുന്നു, തിരിച്ചു വരുമ്പോൾ ആളിൽ കയറിയിട്ട് തിരിച്ചു വരാമെന്നായിരുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങൾ പുറത്ത് എത്തിയപ്പോഴേക്കും വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ ഗ്രാൻഡ് മോൾ എവിടെ നിൽക്കണം, നമ്മൾ ഗ്രാൻഡ് മോളിൻ്റെ പുറത്ത് നിൽക്കണം സൈഡ് എൻട്രൻസ്. ആ പ്ലാൻ ഫുള്ളോപ്പായി കാരണം അച്ഛൻ വേഗം വന്നു. ഞങ്ങളോട് വെയിറ്റ് അച്ഛൻ. കാര്യം ഇവർക്ക് വെക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇവർക്ക് ആ ഒരു മൂഡിലാണ് ഇരിക്കണേ. ഈവൻ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ ലീവ് വരും എന്നാൽ ലീവ് വരിക ആ ഒരു ഇതിലാണ് ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കറങ്ങാൻ തന്നെ വിചാരിച്ചത്. ഞങ്ങളിതുപോലെ ഗേൾസ് ട്രിപ്പ് ഇങ്ങനെ പലതും ചെയ്യാറുണ്ട് കേട്ടോ വെക്കേഷൻ ടൈമിലൊക്കെ. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഫുഡ് ഡിന്നർ പുറത്തുനിന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഇവർക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കഴിച്ചൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഇതൊരു ഫ്രൈഡേ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ സാറ്റർഡേ നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ഡെക്കാത്തലോണിലാണല്ലോ കേട്ടോ വന്നേക്കണേ. അവർ ഓരോരോ ഐറ്റംസ് എടുത്ത് കളിക്കുക, ടേബിൾ ടെന്നീസ്, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചെറിയ സാധനങ്ങൾ വാങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്, ഫുൾ വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് പെട്ടെന്ന് കിത്തൂന് ഓർമ്മ വന്നത് സ്കേറ്റിംഗ് ഷൂ വേണമെന്ന്. ഞാൻ മെയിൽ വാങ്ങിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അത് പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ല സാറ് ചീത്ത പറയുമെന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്തപ്പോൾ ഈ ഒരു ലെവലിലുള്ള ഷൂ കിട്ടിട്ടോ. അപ്പോൾ അത് ഒരു 2-3 വർഷം യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നിത്തുവും അവിടെയുള്ള സൈക്കിളൊക്കെ വെറുതെ ഓടിച്ച് സന്തോഷിച്ചു, അതാണ് പറയാനുള്ളത്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.